അല്ലേ? ആണോ? സത്യം പറയാവൂ. അടിച്ച് കടപ്പ് ഞങ്ങൾ വരും. സത്യം പറയും. ഇതെന്റെ പെണ്ണുങ്ങളാണോ? എന്താ മാന്യമായി ചോദിച്ചിട്ട് കേൾക്കില്ല. ഇത് നിന്റെ ഭാര്യയാണോ? നിന്നോട് പറഞ്ഞത് നിന്റെ ഭാര്യയാണ്, 4 മക്കളുണ്ട്. സത്യാണോ? ഭാര്യയാണോ ചോദിച്ചത്? സത്യം പറയും. ഓള് പറഞ്ഞതും നീ പറഞ്ഞതും ഒന്നാണെങ്കിൽ രണ്ടാക്കും ബസ് കയറിപ്പോ. അല്ലാതെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ വെറുതെ ശരിയാക്കും. സത്യം പറയും. അതന്നെ സത്യം പറയട്ടെ. ഓള് പറഞ്ഞത് എന്താണെന്നറിയോ? പാണക്കാടാണ് വീട്. ജീവിതത്തിൽ ഇന്നേ വരെ നിസ്കരിച്ചിട്ടില്ല. പാത്തി ഓളാൻ പറഞ്ഞപ്പോ അറിഞ്ഞൂടാ. ഓളറിഞ്ഞൂടാ. കോഴിക്കോട് ഹിന്ദുക്കളെ വീട്ടിൽ വന്നപ്പോ പാവാന്നുള്ള നിലക്ക് കല്യാണം ഓള് കയറി ഇതുവരെ കല്യാണം കഴിച്ചില്ല. ഞങ്ങള് 30ഓ 40ഓ ആൾക്കാർ ഈങ്ങാപ്പുയ ഒരു കോട്ടേജിൽ നിൽക്കാണ്. ഇയാള് 3 മാസമായി വെള്ളം അടിച്ചിട്ട്. ഇപ്പൊ അടിക്കാത്ത എന്താന്ന് വെച്ചപ്പോ ഇപ്പൊ പൈസ അല്ല. ഇവര് പറഞ്ഞ സത്യമാണ്. അല്ലേ? അത് സത്യമല്ലേ? ഇത് സത്യമല്ലേ? ഇപ്പൊ കുട്ടിയല്ലല്ലോ. ഇപ്പൊ കുട്ടിയല്ലല്ലോ. സത്യം. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളെ ഭാര്യയും ഭർത്താവും നിങ്ങളെന്തല്ലോ പറഞ്ഞു അല്ല, ഭാര്യയും ഭർത്താവും അല്ല നമ്മൾ പറയുന്നത്. ആദ്യം ഭാര്യയും ഭർത്താവും തന്നെ സത്യത്തിൽ ഭാര്യയാണോ? അല്ല. കല്യാണം കഴിച്ചാലോ? കല്യാണം കഴിച്ചാൽ എന്റെ മക്കളെ കല്യാണം കഴിച്ചാലോ? നമ്മള് കിട്ടുന്നില്ല. സിഗരറ്റ് ഉണ്ടാക്കി നേരത്തെ കീശ സിഗരറ്റ് ഉണ്ടാക്കില്ല. എന്താക്കി വിളി പോലീസിനുണ്ട്. ഒഴിവാക്കിയോ? ഒഴിവാക്കി. പേര് മൈസൂരാണ്. മുസ്തഫ. മുസ്തഫ. പോലീസിനെ വിളിച്ചോ. അന്യമതക്കാരനായി സ്വീകരിച്ച് ഞങ്ങൾ ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. നമ്മളെന്താണ് പിടിച്ച പോയിന്റ് പറഞ്ഞേ? എന്റെ ഭാര്യയാണ് ഒക്കെ വളരെ ഇപ്പൊ ആണ് 2 റൂമിലാണ് താമസിക്കുന്നത്. താൽക്കാലിക റെന്റിനെടുത്ത് പോകുന്നതാണ്.